ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായ രീതിയിൽ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കും ഇംഗ്ലീഷ് എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്, അതുമാത്രമല്ല വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്രമല്ല നമ്മൾ ഡെയിലി ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സെൻറ്റൻസുകളാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ആണ്, ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അത് നമ്മുടെ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ മാറ്റിയിരിക്കും. മാത്രമല്ല ഈ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാവാസൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ അതല്ല. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇരിക്കുകയാണെന്ന് പറയാറുണ്ട് അല്ലേ. ഇരിക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് സിറ്റിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഇരിക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ എം സിറ്റിംഗ്, ഞാൻ ഇരിക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിലോ ഐ എം സിറ്റിംഗ് ഹിയർ, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഇത് നമുക്ക് സിമ്പിളായി തോന്നും, പക്ഷെ ഞാനാണ് എന്ന് പറയുമ്പം ആം. ഇനി എനിക്കുണ്ടെന്ന് പറയുമ്പോഴും ആം എന്ന് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും കൂടി നമ്മളിവിടെ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. ഐ എം സിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഇവിടെ ഒരു കൃത്യ പ്ലേസ് പറഞ്ഞത് കൊണ്ടാണ് അറ്റ് നമ്മൾ യൂസ് ചെയ്തത്. ഇതോടൊപ്പം തന്നെ നമ്മൾ പ്രിപ്പോസിഷനും കൂടിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഐ എം അറ്റ് ദ ബസ് സ്റ്റോപ്പ്, ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് എന്നാണ്. ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് എന്ന് പറയാറുണ്ടല്ലോ. ഐ എം സിറ്റിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ. ഇവിടെ സിറ്റിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ ഹോസ്പിറ്റലിനകത്ത് നമ്മൾ ഇരിക്കാറുണ്ട് അല്ലേ, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വെക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വെയിറ്റ് ചെയ്തുകൊണ്ടോ ഒക്കെ ഹോസ്പിറ്റലിന് പുറത്തിരിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ അറ്റ് യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് ഇന്നും അറ്റും നമ്മൾ പ്രിപ്പോസിഷനായിട്ട് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ ഉണ്ട് എന്ന് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ബസ് സ്റ്റോപ്പിലുണ്ട്. ഐ എം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഞാൻ ബസ് സ്റ്റോപ്പിലുണ്ട് എന്നുള്ളതൊരു കൃത്യ പ്ലേസാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഐ എം അറ്റ് ദ ബസ് സ്റ്റോപ്പ്, ഞാൻ ബസ് സ്റ്റോപ്പിലുണ്ട്. ഇനി ഞാൻ ഹോസ്പിറ്റലിലുണ്ട് എന്ന് പറയുകയാണെങ്കിലോ ഞാൻ ഹോസ്പിറ്റലിലുണ്ട്. ഇവിടെയും നമ്മൾ ഐ എം ഇൻ ദ ഹോസ്പിറ്റൽ എന്നാണ്. ഇവിടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ പ്രിപ്പോസിഷന് മാറ്റി കൊടുക്കുക കേട്ടോ. ഐ എം ഇൻ ദ ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റലിലുണ്ട്. ഇനി ഞാൻ അകത്തുണ്ട് എന്ന് പറയുകയാണെങ്കിലോ ഞാൻ അകത്തുണ്ട് അല്ലേ, വീടിനകത്ത്, ഓഫീസിനകത്ത്, ഹോസ്പിറ്റലിനകത്ത് എന്നൊക്കെ പറയാറുണ്ട്. ഐ എം ഇൻസൈഡ്, ഞാൻ അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാനുണ്ട്, ഞാനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ സബ്ജക്റ്റ് ഒന്ന് മാറ്റി പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ അവൾ സംസാരിക്കുകയാണ്. ഇവിടെ നമ്മുടെ വെർബ് മാറിയിട്ടുണ്ട്. അവൾ സംസാരിക്കുക, ടോക്ക് എടുക്കാം. അപ്പോൾ ഷീ ഈസ് ടോക്കിംഗ്, അവൾ സംസാരിക്കുകയാണ്. ഇനി അവൾ എന്നോട് സംസാരിക്കുകയാണ് അല്ലേ, അവൾ എന്നോട് സംസാരിക്കുകയാണ്. ഇവിടെയും സബ്ജക്റ്റ് എന്താണ്? അവളാണ് സംസാരിക്കുന്നത്. സോ ഷീ ഈസ് ടോക്കിംഗ് ടു മീ, അവൾ എന്നോട് സംസാരിക്കുകയാണ്. നെക്സ്റ്റ് അവൾ മീരയോട് സംസാരിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിലോ അവൾ മീരയോട് സംസാരിക്കുകയാണ്. ഷീ ഈസ് ടോക്കിംഗ് ടു മീര, അവൾ മീരയോട് സംസാരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അവൾ ഫോണിൽ സംസാരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണ് ഉണ്ട് എന്നുള്ള ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അവൾ ഫോണിൽ സംസാരിക്കുകയാണെന്ന് പറയാറുണ്ടല്ലോ. എങ്ങനെയാ പറയാ? ഷീ ഈസ് ടോക്കിംഗ് ഓൺ ദ ഫോൺ, അവൾ ഫോണിൽ സംസാരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഉണ്ടെന്നാണ്. അതായത് ആം എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ, ഞാൻ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞു. അവൾ ഉണ്ട് അല്ലെങ്കിൽ അവനുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യാറ്? ഫോർ എക്സാമ്പിൾ അവൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ഷീ ഈസ് ഹിയർ നൗ, അവൾ ഇപ്പോൾ ഇവിടെയുണ്ട്. അവൾ സ്റ്റാഫ് റൂമിലുണ്ട്. ഇവിടെയും നമ്മളൊരു കൃത്യ പ്ലേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റാഫ് റൂം എന്ന് പറയുന്നത്
അകത്തും പുറത്തും ഇരിക്കാൻ പറ്റുന്നതാണ്. സോ അവൾ സ്റ്റാഫ് റൂമിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷീ ഈസ് ഇൻ ദ സ്റ്റാഫ് റൂം. ഷീ ഈസ് ഇൻ ദ സ്റ്റാഫ് റൂം. ഇവിടെ നമ്മൾ എന്തുകൊണ്ട് അറ്റ് യൂസ് ചെയ്തില്ല? അവൾ സ്റ്റാഫ് റൂമിനകത്താണെങ്കിൽ നമ്മളവിടെ ഇൻ ദ സ്റ്റാഫ് റൂം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇനി അത് സ്റ്റാഫ് റൂമിന് പുറത്ത് ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലും വെയിറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? അറ്റ് യൂസ് ചെയ്ത് പറയാം കേട്ടോ. ഷീ ഈസ് ഇൻ ദ സ്റ്റാഫ് റൂം. അവൾ സ്റ്റാഫ് റൂമിലുണ്ട്. നെക്സ്റ്റ്, അവൾ കാറിനകത്തുണ്ട്. അവൾ കാറിനകത്തുണ്ടെന്ന് എങ്ങനെ പറയാ? ഷീ ഈസ് ഇൻസൈഡ് ദ കാർ. ഷീ ഈസ് ഇൻസൈഡ് ദ കാർ. അപ്പോൾ ഇവിടെ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയോ നമ്മൾ ഉണ്ട്, ആണ് എന്ന് പറയാനായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിലോട്ട് വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞങ്ങൾ നടക്കുകയാണ്. ഇവിടെ നമ്മുടെ വെർബ് മാറിയിട്ടുണ്ട്. ഞങ്ങൾ നടക്കുകയാണ്. വി ആർ വോക്കിംഗ് അല്ലേ? വി ആർ വോക്കിംഗ്. ഞങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടും നമുക്ക് വി ആർ വോക്കിംഗ് എന്ന് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, ഞങ്ങൾ സ്കൂളിലേക്ക് നടക്കുകയാണ്. ഞങ്ങൾ സ്കൂളിലേക്ക് നടക്കുകയാണ്. വി ആർ വോക്കിംഗ് ടു സ്കൂൾ അല്ലേ? വി ആർ വോക്കിംഗ് ടു സ്കൂൾ. ഞങ്ങൾ സ്കൂളിലേക്ക് നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത് എന്താണ്? ഞങ്ങളാണ് അല്ലെങ്കിൽ അവരാണ്, നിങ്ങളാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആർ യൂസ് ചെയ്യും. നെക്സ്റ്റ്, അവർ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. സബ്ജക്റ്റ് മാറി അവർ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ദേ ആർ വോക്കിംഗ് ടു ദ ബസ് സ്റ്റോപ്പ്. ദേ ആർ വോക്കിംഗ് ടു ദ ബസ് സ്റ്റോപ്പ്. അവർ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഞങ്ങൾ ഓഫീസിലുണ്ട്, നീ ഇങ്ങോട്ട് വാ എന്ന് പറയാറുണ്ടല്ലോ. ഞങ്ങൾ ഓഫീസിലാണ്, നീ ഇങ്ങോട്ട് വാ എന്നെങ്ങനെയാ പറയാം? വി ആർ ഇൻ ദ ഓഫീസ്, കം ഹിയർ അല്ലേ? വി ആർ ഇൻ ദ ഓഫീസ്, കം ഹിയർ. അല്ലെങ്കിൽ പറയാം കം ഓവർ എന്നും പറയാം കേട്ടോ. കം ദേർ എന്ന് പറയാൻ പാടില്ല. കം ദേർ നമ്മളിങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം ഞങ്ങൾ ഓഫീസിലുണ്ട്, നീ ഇങ്ങോട്ട് വാ എന്ന് പറയാൻ വേണ്ടിയിട്ട് വി ആർ ഇൻ ദ ഓഫീസ്. ഇനി വേണമെങ്കിൽ അറ്റ് ദ ഓഫീസ് എന്നും പറയാം. കാരണം അറ്റ് നമ്മളവിടെ ഓഫീസിനകത്തല്ല, നമ്മളൊരു സ്ഥലം മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ അറ്റ് ദ ഓഫീസ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ വി ആർ ഇൻ ദ ഓഫീസ്, കം ഹിയർ അല്ലെങ്കിൽ കം ഓവർ. ഓക്കെ, നെക്സ്റ്റ് ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. അതായത് നീ ഓഫീസിലുണ്ടോ, നീ ഓഫീസിലാണോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. ആർ യു ഇൻ ദ ഓഫീസ്, ആർ യു ഇൻ ദ ഓഫീസ്. ഇനി അവൾ സ്കൂളിലാണോ അല്ലെങ്കിൽ അവൾ സ്കൂളിലുണ്ടോ, രണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അവൾ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈസ് ഷീ അറ്റ് സ്കൂൾ. ഈസ് ഷീ അറ്റ് സ്കൂൾ. അവൾ സ്കൂളിലാണോ അല്ലെങ്കിൽ സ്കൂളിലുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. നെക്സ്റ്റ്, അവർ വരുന്നുണ്ടോ, അവർ വരുന്നുണ്ടോ അല്ലെങ്കിൽ അവർ വരികയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. സബ്ജക്റ്റ് അവർ എന്നാണ്. സോ ആർ ദേ കമ്മിങ്, ആർ ദേ കമ്മിങ്. അവർ വരുന്നുണ്ടോ. ഇനി നീ പോകുന്നുണ്ടോ എന്നും ചോദിക്കാറുണ്ടല്ലോ. നീ പോകുന്നുണ്ടോ, ആർ യു ഗോയിങ് അല്ലേ? അല്ലെങ്കിൽ നീ പോവുകയാണോ, ആർ യു ഗോയിങ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താ? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണോ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ആർ യു ഈറ്റിംഗ് അല്ലേ? ആർ യു ഈറ്റിംഗ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണോ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും സെൻറ്റൻസുകൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ തരാം. അവൻ നിന്നെ നോക്കുകയാണോ, അവൻ നിന്നെ തിരയുകയാണോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. എങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ തന്നെ ഒരുപാട് സെൻറ്റൻസുകൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വോയിസ് ഓവറാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റിൽ ഞാൻ ശ്രദ്ധിച്ചില്ല, മൈക്ക് ഓൺ ആയിരുന്നില്ല. എഡിറ്റ് ചെയ്യാൻ നോക്കിയ സമയത്ത് മൈക്ക് ഓണിലല്ല തോന്നുന്നു, സൗണ്ട് ഇല്ല. പിന്നീട് സൗണ്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാലും നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണ്, വീഡിയോസുകൾ വീണ്ടും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.